തായലങ്ങാടിയിൽ മുറിക്കകത്ത് കുടുങ്ങിയ 1 വയസ്സുകാരിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഡോർ ബ്രേക്കർ ഉപകരണം ഉപയോഗിച്ചാണ് കുട്ടിയെ പുറത്തെടുത്തത്. മാതാവ് ഉറക്കാൻ കിടത്തിയ 1 വയസ്സുള്ള പിഞ്ചുകുഞ്ഞ് അബദ്ധത്തിൽ കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടി അകത്ത് കുടുങ്ങിയ സംഭവം തായലങ്ങാടിയിൽ അരങ്ങേറി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പരിഭ്രാന്തരായ വീട്ടുകാർ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. മിന്നൽ വേഗത്തിൽ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ നിമിഷങ്ങൾക്കകം വാതിൽ തകർത്ത് കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുത്തു. തായലങ്ങാടി സ്കൂളിന് സമീപം മുഹമ്മദ് സനാഹിന്റെ 1 വയസ്സുള്ള മകൾ ഫിദറ അസിയയാണ് വ്യാഴാഴ്ച സന്ധ്യയോടെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടത്. മാതാവ് ഉറങ്ങാൻ കിടത്തിയ ശേഷം പുറത്തേക്ക് പോയതിന് പിന്നാലെ അബദ്ധത്തിൽ വാതിൽ പൂട്ടിപ്പോവുകയായിരുന്നു. വാതിൽ തുറക്കാൻ വീട്ടുകാർ പലതവണ ശ്രമിച്ചെങ്കിലും പൂട്ട് തുറക്കാനാകാത്തത് അവരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. ഒടുവിൽ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിളിക്കുകയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ VK ഷൈജു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ T അമൽരാജ്, KV ജിതിൻ കൃഷ്ണൻ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ OK അനുശ്രീ, ഹോംഗാർഡ് S സോബിൻ എന്നിവരടങ്ങിയ സംഘം ഡോർ ബ്രേക്കർ ഉപയോഗിച്ച് അതിവേഗം വാതിൽ തകർത്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. അരമണിക്കൂറോളം കുട്ടി മുറിക്കകത്ത് കരഞ്ഞു തളർന്ന് കണ്ടുനിന്നവരുടെയെല്ലാം ഹൃദയം പിളർക്കുന്ന കാഴ്ചയായിരുന്നു. രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് നാട്ടുകാർ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.